എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കൂർക്ക വൃത്തിയാക്കാമെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും കൂർക്ക ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കറികളും ഇഷ്ടമാണ്. എന്നാൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രധാന ബുദ്ധിമുട്ട് ഒന്ന്, ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി കുറേ സമയമെടുക്കും. നമ്മുടെ കയ്യിലെല്ലാം ഇതിൻ്റെ കറയാകും. ഈ രണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതുപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കൂർക്കയുടെ തൊലി മാറ്റിക്കളയാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോയിൽ കൂടുതൽ കൂർക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതുപോലെ ഒരു കവറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാം. കുറച്ച് അകത്ത് സ്പേസ് ഇട്ടതിന് ശേഷം വേണം കെട്ടിക്കൊടുക്കാൻ. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് കൂർക്ക കുറച്ച് ലൂസായിട്ട് ഇതുപോലെ കിടക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഒരു സിമൻറ്റ് തറയാണ്. വീടിൻ്റെ മുറ്റത്തോ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു ഭാഗം കാണും. അതിന് മുകളിലായിട്ട് ഇതുപോലെ കൂർക്ക ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കൈകൊണ്ട് വൃത്തിയാക്കുന്നതിൻ്റെ 10-1 പണിയേ ഉള്ളൂ. കാലുപയോഗിച്ചിട്ട് ഇതുപോലെ കൂർക്കയുടെ തൊലി കളഞ്ഞെടുക്കാൻ. നിങ്ങൾക്കിതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 1 മിനിറ്റിനകം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ബാക്കി പകുതി കൂർക്കയും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് ഹാർഡായിട്ടുള്ള നെറ്റാണ് ഇതിന് വേണ്ടിയിട്ട് നല്ലത്. സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൂർക്ക ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാൻ. കൂർക്ക ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നെറ്റിനകത്ത് തന്നെ ഇട്ട് പല പ്രാവശ്യമായിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 95% കൂടുതൽ തൊലി നമുക്ക് 2 മിനിറ്റിനുള്ളിൽ തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. നല്ലവണ്ണം നെറ്റിനകത്ത് തന്നെ ഇട്ട് കഴുകിയതിന് ശേഷം ഇത് നെറ്റിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. കൂർക്ക വൃത്തിയാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊട്ടും മണ്ണിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. മണ്ണ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ കൂർക്ക നന്നായിട്ട് കഴുകി നെറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു തരി കറ പോലും പറ്റിയിട്ടില്ല. കൂർക്കയുടെ കുഴി പോലെയുള്ള ഭാഗവും വേരും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ കൂർക്ക വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എല്ലാവരും ഈ മെത്തേഡ് ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യം ഒന്ന് കൂർക്ക വൃത്തിയാക്കി നോക്കുക. ഇന്നത്തെ ഈ കൂർക്ക വൃത്തിയാക്കുന്നതിൻ്റെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.